ലൊക്കേഷൻ. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലൊക്കേഷൻ സെക്ഷനിലുള്ള ബ്രാഞ്ച് ക്രിയേഷൻ പ്രോസസ് ആണ്. ആദ്യം ക്രിയേറ്റ് ബ്രാഞ്ച് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ആദ്യം കമ്പനി ടൈപ്പ് സെലക്ട് ചെയ്യുക, പിന്നെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം അഡ്രസ്, പുതിയ ഇമെയിൽ ID, പാസ്വേഡ്, പിന്നെ മൊബൈൽ നമ്പർ എല്ലാം ഫിൽ ചെയ്യുക. ഇത് കംപ്ലീറ്റഡ് ആകുമ്പോൾ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ കറൻസി സെലക്ട് ചെയ്യുക, പിന്നെ ലാംഗ്വേജ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ടാക്സ് ടൈപ്പും ടാക്സ് പെർസെന്റേജും എൻ്റർ ചെയ്യുക. ഇതെല്ലാം ഫിൽ ചെയ്ത ശേഷം ഫിനാൻഷ്യൽ ഇയർ സെലക്ട് ചെയ്യുക, പിന്നെ സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക. ഇത് ചെയ്താൽ ഒരു ആക്ടിവേഷൻ കോഡ് ചോദിക്കുന്നതാണ്. ആ ആക്ടിവേഷൻ കോഡ് നിങ്ങളുടെ ഇമെയിലിൽ ലഭിക്കും. ആ കോഡ് എൻ്റർ ചെയ്ത് വെരിഫൈ ചെയ്യുക. അങ്ങനെ ചെയ്താൽ ബ്രാഞ്ച് സക്സസ്ഫുള്ളി ക്രിയേറ്റ് ആകും. ഉദാഹരണത്തിന് ഇവിടെ ഡെമോ 2 എന്നൊരു ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. ഇനി നോക്കാം ഗോഡൌൺ ക്രിയേഷൻ എങ്ങനെയാണ്. സോഫ്റ്റ്വെയറിൽ പ്രൈമറി ഗോഡൌൺ ഡീഫോൾട്ട് ആയി ഉണ്ടാകും. പക്ഷെ മറ്റൊരു ഗോഡൌൺ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ക്രിയേറ്റ് ഗോഡൌൺ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഗോഡൌൺ നെയിം എൻ്റർ ചെയ്യുക, ഉദാഹരണത്തിന് ഡെമോ എന്ന്. പിന്നെ ബ്രാഞ്ച് കാറ്റഗറി സെലക്ട് ചെയ്യുക, അതായത് ഹെഡ് ഓഫീസ്, ബ്രാഞ്ച് അല്ലെങ്കിൽ വെയർ ഹൗസ് ആണോ എന്ന് ചൂസ് ചെയ്യുക. അതിനുശേഷം ബ്രാഞ്ച്, സിപ്പ് കോഡ്, ഇമെയിൽ ID, കോൺടാക്ട് നമ്പർ എന്നിവ ഫിൽ ചെയ്യുക. പിന്നെ ലിസ്റ്റ് ഓഫ് ലൊക്കേഷൻസിൽ നിന്ന് ഡെമോ, ഡെമോ 2 തുടങ്ങിയവ സെലക്ട് ചെയ്യുക. അതിനുശേഷം ലാറ്റിറ്റ്യൂഡ്, ലോഞ്ചിറ്റ്യൂഡ്, സ്റ്റോക്ക് ലിമിറ്റ് എല്ലാം എൻ്റർ ചെയ്യുക. എല്ലാം കംപ്ലീറ്റ് ആകുമ്പോൾ ക്രിയേറ്റ് ക്ലിക്ക് ചെയ്യുക. ഇതോടെ പുതിയ ഗോഡൌൺ സക്സസ്ഫുള്ളി ക്രിയേറ്റ് ആകും. അടുത്തത് റാക്ക് ക്രിയേഷൻ. സോഫ്റ്റ്വെയറിൽ പ്രൈമറി റാക്ക് ഡീഫോൾട്ട് ആയി ഉണ്ടായിരിക്കും. പക്ഷെ മറ്റൊരു റാക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ക്രിയേറ്റ് റാക്ക് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. റാക്ക് നെയിം എൻ്റർ ചെയ്യുക, ഉദാഹരണത്തിന് റാക്ക് 1 എന്ന് നൽകുക. പിന്നെ ലിസ്റ്റ് ഓഫ് ഗോഡൌൺസിൽ നിന്ന് ഡെമോ ഗോഡൌൺ സെലക്ട് ചെയ്യുക. ഇതോടെ ഡെമോ ഗോഡൌണിന്റെ അകത്ത് റാക്ക് 1 എന്നൊരു പുതിയ റാക്ക് ക്രിയേറ്റ് ആയിരിക്കും. റാക്കിന് ശേഷം വരുന്നത് ബിൻ. ക്രിയേറ്റ് ബിൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ബിൻ നെയിം എൻ്റർ ചെയ്യുക, ഉദാഹരണത്തിന് ബിൻ 1. പിന്നെ ലിസ്റ്റ് ഓഫ് റാക്സിൽ നിന്ന് റാക്ക് 1 സെലക്ട് ചെയ്യുക. ഇതോടെ റാക്ക് 1ന്റെ അകത്ത് ബിൻ 1 എന്ന ബിൻ ക്രിയേറ്റ് ആയിരിക്കും.